നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. ക്യാമ്പസിന്റെ മതിൽക്കെട്ടിന് പുറത്ത് ബോധകേന്ദ്രം ഉറപ്പിച്ചുകൊണ്ട് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകാൻ കഴിയുന്ന പഠനങ്ങളെയും ഗവേഷണങ്ങളെയുമാണ് നാം പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 4 വർഷ ബിരുദ പാഠ്യപദ്ധതി കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് തയ്യാറാക്കിയതാണ്. സാമൂഹ്യ നീതി സങ്കല്പവും ശാസ്ത്രീയാവബോധവും ചരിത്രബോധവും നഷ്ടപ്പെട്ടു പോകാതെ ഒരു ജനതയെ പൂർണ്ണ വിദ്യാർത്ഥി സങ്കല്പത്തിലേക്ക് വളർത്തുകയാണ് ലക്ഷ്യം. കേരള സമൂഹത്തിൽ വേരുകളുള്ള വിധം വേണം പുതിയ പാഠ്യപദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാമെന്നും ഭാവിയിൽ കൂടുതൽ മികച്ചതാക്കി മാറ്റാമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഏതെങ്കിലും വിധത്തിൽ ദേശീയാടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ പുറകിൽ നിൽക്കുന്നതാണ് എന്ന് പറയേണ്ടുന്നതായ യാതൊരു കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. ഇപ്പൊ നോക്കൂ, ചാന്ദ്രയാൻ ദൗത്യം വിജയമായപ്പോൾ അതിൽ 95% ശാസ്ത്രജ്ഞന്മാരും കേരളത്തിലെ സാധാരണ വിദ്യാലയങ്ങളിൽ അതുപോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയവരാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നേതൃത്വം നൽകിയ ഡോക്ടർ സോമനാഥ് ഉൾപ്പെടെ CET-യിൽ ആ ദൗത്യത്തിൽ പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്വീകരണ യോഗത്തിൽ ഞാൻ പങ്കെടുത്തു. 600-ലേറെ ശാസ്ത്രജ്ഞർ ആ സ്ഥാപനത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ്. നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ സമയപരിമിതി കൊണ്ട് കടക്കുന്നില്ല. നേരത്തെ തന്നെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല സാമാന്യേന ഗുണനിലവാരം പുലർത്തുന്നതാണ്, ഉയർത്തിപ്പിടിക്കുന്നതാണ്. ദിഷണാപരമായിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ വികസിക്കാനുള്ള ഇടങ്ങളായി അവ മാറി എന്നുള്ളത് കൊണ്ടാണല്ലോ ഇന്ന് രാജ്യത്തും രാജ്യത്തിന് പുറത്തും പ്രശസ്തമായ ഒട്ടേറെ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലുമെല്ലാം ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ മലയാളികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സർവകലാശാല നടത്തിയ അക്കാദമിക അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജിനെയും അതിവേഗം ബിരുദ പരീക്ഷാഫലം പ്രഖ്യാപിക്കാൻ പ്രയത്നിച്ച പരീക്ഷാഭവൻ ജീവനക്കാരെയും മന്ത്രി അനുമോദിച്ചു. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിർമ്മിച്ച പുതിയ ഡേ കെയറിൻ്റെയും ത്രിഗുണ സെന്റ് അറീനയുടെയും സസ്യോദ്യാനത്തിലെ നവീകരിച്ച കുളത്തിൻ്റെയും ഉദ്ഘാടനങ്ങളും ഹ്യൂമാനിറ്റീസ് ബ്ലോക്ക്, സെൻറ്റർ കോമ്പോസിറ്റ് ബ്ലോക്ക് എന്നിവയുടെ 2ാം നില കെമിസ്ട്രി പഠന വകുപ്പിൻ്റെ സ്ഥല സൗകര്യം വർദ്ധിപ്പിക്കൽ, ദേശീയപാതയോരത്ത് ക്യാമ്പസ് ഭൂമിയിൽ നിർമ്മിക്കുന്ന ഐക്കോണിക് കെട്ടിടത്തിൻ്റെയും ഭരണകാര്യാലയത്തിലേക്കുമുള്ള നടപ്പാത, റോഡ്, മഴവെള്ള സംഭരണത്തിനുള്ള കുളം എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനങ്ങളുമാണ് മന്ത്രി നിർവഹിച്ചത്. വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് PK ഖലീമുദ്ദീൻ, ഡോക്ടർ T വസുമതി, E അബ്ദുറഹീം, AK അനുരാജ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ M നാസർ സ്വാഗതവും രജിസ്ട്രാർ ഡോക്ടർ EK സതീഷ് നന്ദിയും പറഞ്ഞു. സർവകലാശാല എഞ്ചിനീയർ ജയൻ പാടശ്ശേരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാലടി സംസ്കൃതം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KK ഗീതാകുമാരി, സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് LG ലിജീഷ്, ഡോക്ടർ കാവുമ്പായ് ബാലകൃഷ്ണൻ, ഡോക്ടർ PP പ്രദ്യുപ്നൻ, K പ്രദീപ് കുമാർ, ഡോക്ടർ T മുഹമ്മദ് സലീം, P സുശാന്ത്, ഡോക്ടർ K മുഹമ്മദ് ഹനീഫ, അഡ്വക്കേറ്റ് MB ഫൈസൽ, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ DP ഗോഡ്വിൻ സാംരാജ്, സസ്യോദ്യാനത്തിൻ്റെ ചുമതലയുള്ള ഡോക്ടർ സന്തോഷ് നമ്പി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, തേഞ്ഞിപ്പാലം.